പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ. ഇതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി. കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് KPCC നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നത്. ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയൽവക്കത്തുള്ള യൂഡിഎഫിന്റെ പരിപാടിക്ക് പറഞ്ഞ ഉദ്ദേശം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. തുടർന്ന് മുഖാമുഖവും നടത്തി. എന്നാൽ ഒന്നാം റാങ്ക് നേടിയയാൾ തനിക്ക് ജോലി വേണ്ടെന്ന് എഴുതി നൽകി. തുടർന്ന് കൂടരഞ്ഞി കൂമ്പാറ സ്വദേശിനിയായ രണ്ടാം റാങ്കുകാരിക്ക് നിയമനം നൽകുന്നതിന് 7ാം വാർഡ് മെമ്പറായ കരീം പഴങ്കൽ കോഴ ആവശ്യപ്പെട്ടു എന്ന ആരോപണമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കോഴയെക്കുറിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവായ സണ്ണി കിഴക്കരക്കാട്ടിലിനോട് കരീം പഴങ്കൽ സംസാരിക്കുന്നതിന്റെ ഫോൺ സന്ദേശമാണ് പുറത്തു വന്നത്. പെൺകുട്ടിയുടെ പിതാവിന്റെ ആവശ്യപ്രകാരം സണ്ണി കരീമിനോട് സംസാരിക്കുകയും തുടർന്ന് ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയുമായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തായത്. കരീം കോഴ ആവശ്യപ്പെട്ടെന്ന വിവരം പെൺകുട്ടിയുടെ പിതാവും സ്ഥിരീകരിച്ചു. ഞാൻ പെണ്ണിനെ പറഞ്ഞു വിട്ടു. അവിടെ പോയി ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം വേണം, അവർക്ക് വേണം, പൈസ വേണം. കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാ ഇത്തരം വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് ഇനി പൈസ കൊടുത്തിട്ട് ജോലി മേടിക്കണം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ഇവരും പൈസ കൊടുത്തൊരിടത്തും കയറിയിട്ടില്ല. അവളോട് മറ്റവർ ചോദിച്ചു, എന്താ കരീമോ? കരീമ് പൈസ ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സണ്ണിച്ചനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന്. സംഭവം വിവാദമായതോടെയാണ് KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ കോഴിക്കോട് DCC അന്വേഷണം തുടങ്ങിയത്. KPCC മെമ്പർ NK അബ്ദുറഹ്മാനാണ് അന്വേഷണ കമ്മീഷൻ. 3 ദിവസത്തിനകം ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ NK അബ്ദുറഹ്മാൻ നാളെ വൈകുന്നേരം കോഴിക്കോട് DCC പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക. അതിനിടെ വിഷയം കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആയുധമായി CPM ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.